അരുൺ, ഇന്ന് പിന്നെ ഗോവിന്ദൻ മാഷ് പത്തനംതിട്ടയിൽ പറഞ്ഞ കാര്യത്തെ തുറന്നിട്ടാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, 2019 ഇലക്ഷനിൽ ഈ പറഞ്ഞ 123 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം പിന്നിലായിരുന്നു 2019 ഇലക്ഷനിൽ. അത് കഴിഞ്ഞ് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ എത്ര വ്യത്യാസം എന്നറിയോ? 75% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം പിടിച്ചിട്ടാണ് അധികാരത്തിൽ വന്നത്. 75 സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന നിയമസഭാ ഇലക്ഷനിൽ 99 സീറ്റ് പിടിച്ചിട്ടാണ് അധികാരത്തിൽ വന്നതെന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇപ്രാവശ്യം ഞങ്ങൾ 111 സീറ്റിൽ മാത്രമേ പിന്നോട്ടുള്ളൂ. കഴിഞ്ഞ 2019 123 സീറ്റുകളിൽ പിന്നിൽ നിന്നെങ്കിലും ഇപ്രാവശ്യം നമ്മൾ നിൽക്കുന്നത് എത്രയാണ്? 111. അന്ന് BJPക്ക് ഒരു സീറ്റിൽ മാത്രമേ മുന്നിട്ട് നിൽക്കാൻ പറ്റിയുള്ളൂ. ഇപ്രാവശ്യം എത്രയാണ്? 11 സീറ്റിൽ BJPക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ വ്യത്യാസം കൊണ്ടത് BJP അവരുടെ വോട്ടിംഗ് ഷെയർ കൂട്ടുകയും BJP മുന്നിട്ട് നിൽക്കുകയും അതിനനുസരിച്ചിട്ട് ഈ SNDP പോലെയുള്ള ഈഴവ പാർട്ടികളെയോ അല്ലെങ്കിൽ ഈഴവ സംഘടനകളെയോ BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണെന്ന് ഗോവിന്ദൻ മാഷിൻ്റെ. കാരണം അപ്പം BJPക്കെതിരെ ഒരു വാക്ക് കാര്യമായി സംസാരിക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷമായി മാറി എന്നുള്ളതാണ്. ഇന്നത്തെ ബത്തേരിയിൽ നടന്ന ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണ് അരുണേ? അവിടെ BJPക്ക് അതിനെ അധികം ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ എതിരെയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ഇടതുപക്ഷം വിട്ടുപോകുന്നു, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം വോട്ടാക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ട് ചർച്ച. 2025 എങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാം, 2026 എങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് അധികാരത്തിൽ വരാം എന്നതിനെക്കുറിച്ച് ഗാഢമായ ചർച്ചകളാണ് ഇന്നത്തെ ബത്തേരിയിലെ ക്യാമ്പിൽ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ട് BJPയുടെ വളർച്ച ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നടന്നിട്ടില്ല എന്നുള്ളത് ആധികാരികമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? സാധാരണ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്? എന്നും ഈ പറഞ്ഞ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നശിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞ സ്ഥലത്തെല്ലാം ഉണ്ണിവാഷം പറഞ്ഞ പോലെ BJPയാണ് വളർന്നിട്ടുള്ളത്. ഏത് സംസ്ഥാനം നോക്കിയാലും അങ്ങനെയാണ്. ഈ പറഞ്ഞ 9% ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിലും 11% ഗുജറാത്തിലും എങ്ങനെയാണ് ഈ പറഞ്ഞ BJP അധികാരത്തിൽ വന്നത്? ഇപ്പോൾ നിങ്ങൾ നോക്കണമെന്നറിയോ? ഏറ്റവും വലിയ കോൺഗ്രസിന് അനുകൂലം നിന്ന മതം ഏതാണ്? അതാണ് ക്രിസ്ത്യൻ മതങ്ങളാണ്. ക്രിസ്ത്യൻ മതത്തെ ഇന്ന് ഞാൻ കണ്ടത് 2 ദിവസം മുന്നേ ഈ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെയും 3 പിതാക്കന്മാരെയും സുരേഷ് ഗോപി കൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോകളാണ് ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളെല്ലാം കണ്ടത് അല്ലേ? കാരണം അത്രയധികം ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹം വന്നിട്ട് BJPയോട് അടുക്കാൻ മടിയില്ലാത്ത സമൂഹമായി മാറി. ക്രിസ്ത്യൻ സമൂഹത്തെ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കണം ഈ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ BJP എന്താണ് നോക്കുന്നത്? മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ BJPക്ക് അനുകൂലമാക്കാം, എങ്ങനെ ഈ പറഞ്ഞ താഴെത്തട്ടിൽ നിൽക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളെ എങ്ങനെ BJPക്ക് അനുകൂലമാക്കാം എന്നുള്ള കാര്യങ്ങളിൽ അവർ ഭയങ്കരമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയും അതിനനുസരിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് BJP മുന്നോട്ട് പോവുകയാണ്. 20% വോട്ട് എന്ന് പറഞ്ഞാൽ 29-30% എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ BJP നടത്തുമ്പോൾ കോൺഗ്രസ് അതിനെതിരെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ പാലക്കാട് ഇലക്ഷനിൽ ഈ പറഞ്ഞ 6 മാസത്തിനുള്ളിൽ പാലക്കാട് ഇലക്ഷൻ വരികയാണല്ലോ, അവിടെ എന്തുകൊണ്ട് ഇവരൊരു ആളെ വെച്ചില്ല? അതിനൊരു ചാർജ് എന്തുകൊണ്ട് കൊടുത്തില്ല? അവിടെയല്ലേ ചാർജ് കൊടുക്കുന്നത്? അത് കഴിഞ്ഞിട്ടാണല്ലോ 2025 ഇലക്ഷൻ വരുന്നത്. 2025 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്നത് എവിടെയാണ്? ഈ പാലക്കാട് ഇലക്ഷനിലാണ്. അവിടെ എന്തുകൊണ്ട് വെച്ചില്ല? അതുപോലെ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് എന്ത് അടിയുറച്ച ബന്ധമുണ്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റ് ഉണ്ടായിട്ടാണ് അവർ അവിടെ ജയിക്കാൻ വേണ്ടി നോക്കുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോടും. പക്ഷേ മത്സരത്തിന് വേണ്ടിയിട്ട് അണികളെ സജ്ജമാക്കുക എന്ന് പറയുന്നതിനപ്പുറം എങ്ങനെയാണ് ഇതിനെ സ്ട്രാറ്റജിക്കലായി മുന്നോട്ട് പോയി അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു നയരേഖ കോൺഗ്രസ് ഉണ്ടാക്കി ുണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോഴും സംശയമാണ്. അതിനേക്കാളും വലിയൊരു കാര്യം എന്താണെന്ന് അറിയോ? ഇതൊരു കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ നടത്തുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമം വിജയിക്കുകയാണെങ്കിൽ വലിയ മാറ്റം പാർട്ടിയിലുണ്ടാക്കും. വിജയിച്ചില്ലെങ്കിലുണ്ടല്ലോ അതിനനുസരിച്ചുള്ള ഭവിഷ്യത്തും ഈ പാർട്ടി അനുഭവിക്കേണ്ടി വരും. അതിന് കാരണമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന കേഡർ സംവിധാനത്തിലേക്ക് CPMൻ്റെ പോലെ ഒരു കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനം ശ്രമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നേതാക്കന്മാർ ബൂത്ത് തലം തുടങ്ങിയിട്ട് സംസ്ഥാന തലം വരെ വേണം. എല്ലാ സ്ഥലത്തും വേണം. നിങ്ങൾ പറയുന്നതുമല്ല, CPMൻ്റെ അടിയുറച്ച സംവിധാനം എന്താണ്? ലോക്കൽ കമ്മിറ്റിയുടെ മെമ്പർ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ചർച്ച ചെയ്യില്ലേ? കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ?
നമ്മൾ ചർച്ച ചെയ്ത് KPCC DCC വരെ നിൽക്കുള്ളൂ. ഇതങ്ങനെയല്ല. ഏരിയ കമ്മിറ്റി നമ്മൾ ചർച്ച ചെയ്യും. ഒരു ഏരിയ സെക്രട്ടറിയുടെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ നമുക്ക് എന്തൊരു ചർച്ചയാണ്. കാരണം എന്താ, അവിടെ ഒരു കേഡർ സംവിധാനമുണ്ട്. ആ പറയുന്ന നമ്മൾ എപ്പോഴും പറയില്ല, CAൻ്റെ മേലെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി നിൽക്കുക എന്ന് നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. ഏതെങ്കിലും മണ്ഡല പ്രസിഡന്റിനെ കുറിച്ച് നമ്മളത് കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ CAൻ്റെ മേലെയാണ് നിൽക്കുന്നതെന്ന്? ഒരിക്കലും കേട്ടില്ല. കാരണം അവിടെ കേഡർ അതാണ് കേഡർ സംവിധാനം. ഏത് ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെയാണ് ഇവർ കേഡർ അതിനെന്താണ്, അതിന് പവർ വേണം. ആ പവറിലേക്ക് ഈ പറഞ്ഞ കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോർപ്പറേഷൻ്റെ തലപ്പത്ത് KPCC പ്രസിഡന്റിനെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. കോൺഗ്രസിൻ്റെ സംവിധാനം പോയി നിൽക്കുന്നത് എവിടെയാണെന്ന്. നല്ല സംവിധാനമാണ്, ഇതിന് നമുക്ക് ഉയർത്താൻ പറ്റിയാണ്, നല്ല സംവിധാനമാണ്. ഈ പറഞ്ഞ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഒരു മുനിസിപ്പാലിറ്റിയുടെ ചാർജ് കൊടുത്തേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറഞ്ഞ ജനവിരുദ്ധ വികാരം, നമ്മൾ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം വോട്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രയത്നിക്കേണ്ട ഒരാളെ കൊണ്ടിട്ട് എവിടെ കെട്ടിയെന്നറിയാമോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയെ കെട്ടി. ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ. ഇപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, കണ്ണൂർ കോർപ്പറേഷൻ തോറ്റാൽ എന്താ സംഭവിക്കുക? KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ടി വരും. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ 100 മണിക്കൂറാണ് പണിയെടുക്കുന്നതെങ്കിൽ 20 മണിക്കൂറെങ്കിലും ഈ കണ്ണൂരിന് വേണ്ടി മാറ്റി വെക്കണം. അല്ലാതെ അത് പറ്റുമോ? അതിന് അവരെന്താണ് ചെയ്തിരുന്നത്? ഈ KPCC പ്രസിഡന്റ് കേരളത്തിലുള്ള മുഴുവൻ സംവിധാനത്തിൻ്റെയും ചർച്ച ചെയ്ത് അതിൻ്റെ അകത്ത് പ്രൊഡക്ടിവിറ്റി വരാനുള്ള ഒരു ബദൽ രേഖയല്ലേ ഉണ്ടാക്കേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ എറണാകുളം ആലപ്പുഴ ഭാഗത്ത് നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തലനെ എവിടെ കൊണ്ടുപോയി? കോഴിക്കോട് കോർപ്പറേഷൻ ചാർജ്. ഒരിക്കലും ജയിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പുള്ള കോഴിക്കോട്. എന്താ സംവിധാനം സാറേ, നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ്, നിങ്ങൾ ഓരോന്നിനെയും തലപ്പത്തിന് കൊടുത്തു. ഒരു കേസ് നിങ്ങൾ രമേശ് ചെന്നിത്തലനെ കൊണ്ട് കോഴിക്കോട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? നിങ്ങളെന്താ ഈ കോഴിക്കോട് കോർപ്പറേഷൻ എങ്ങാനും തോറ്റാണ്ടല്ലോ, മുഖ്യമന്ത്രിൻ്റെ ക്ലൈം പോയി. VD സതീശൻ എറണാകുളത്ത് തോറ്റാൽ മുഖ്യമന്ത്രിയുടെ ക്ലൈം പോയി. നിങ്ങൾക്കൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ജയിപ്പിക്കാൻ പറ്റാത്ത ആൾ നിങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വരുന്നത്? KPCC പ്രസിഡന്റിനെ കൊണ്ടുപോയിട്ട് കണ്ണൂരിൻ്റെ ചാർജ് കൊടുത്തു. കണ്ണൂരെങ്ങാനും തോറ്റുപോയാൽ എന്താ പറയുക? എന്ത് ക്ലൈമാണ്? നിങ്ങൾക്കൊരു കോർപ്പറേഷൻ ജയിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങളാണോ എന്ത് ചോദിച്ചിട്ട് വരുന്നത്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൊടുത്തേക്കണേ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ലെവലിലേക്ക് ഈ പാർട്ടിനെ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞ കേഡർ സംവിധാനം. ഈ കേഡർ സംവിധാനത്തിലേക്ക് ഈ പാർട്ടിനെ കൊണ്ടുവന്ന ഒരു കേഡറായ ആൾ വേണ്ടേ? ആരാ കോൺഗ്രസിൻ്റെ കേഡറായ ആൾ? നിങ്ങളൊന്ന് പറഞ്ഞേ. അത് KC വേണുഗോപാലാണെന്നേ. കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ കേഡറായ നേതാവ് KC വേണുഗോപാലാണ്. അത് ഞാനാണ് എന്ന് അദ്ദേഹം ഈ പറഞ്ഞ യോഗത്തിൽ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തലേനെ എറണാകുളത്ത്, രമേശ് ചെന്നിത്തല കോഴിക്കോട്, VD സതീശനെ കൊച്ചിയിൽ, സുധാകരനെ കണ്ണൂർ, PC വിഷ്ണുവാണ് തിരുവനന്തപുരത്ത്, ശിവകുമാറിനെ കൊല്ലത്ത്. ഇത്രയും നിർത്തിക്കളഞ്ഞു. ഈ പറഞ്ഞ ആർക്കും ഇനി ക്ലൈമില്ല. നിങ്ങൾ നോക്കിക്കോ. ഇനി എന്ത് ചെയ്യണം? ഇവരുടെ പ്രൊഡക്ടിവിറ്റി മുഴുവൻ ഈ മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങും. അതിന് മുമ്പ് എത്ര ഇലക്ഷനാണ് നടക്കുന്നറിയോ? 3 ഇലക്ഷനാണ് നടക്കുന്നത്. വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ, 2 നിയമസഭാ ഇലക്ഷനാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് പാലക്കാട് ഇലക്ഷൻ. ഈ പാലക്കാട് ഇലക്ഷൻ്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഇവരാരും ഏറ്റെടുക്കാതെ പോയി ഇന്നത്തെ ചർച്ചയിൽ? ഈ പറഞ്ഞ ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഈ പാലക്കാടത്തെ കാര്യമല്ലേ? ആരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഈ പറയുന്ന അജണ്ട സെറ്റ് ചെയ്യുന്ന സംവിധാനം ആദ്യമേ കോൺഗ്രസ്സിൽ നിൽക്കണമെന്നേ. അജണ്ട സെറ്റ് ചെയ്യണം. ഇവനെ എങ്ങനെ തെറിപ്പിക്കാം, ഇവനെ എങ്ങനെ തോൽപ്പിക്കാം, ഇവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് എതിരെ നിൽക്കുന്ന ആൾ, ഇവനെ എങ്ങനെ മാറ്റിയാൽ എനിക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് പോകാം, ഇവനെ KPCC പ്രസിഡന്റിൽ നിന്ന് മാറ്റിയാൽ എനിക്ക് KPCC പ്രസിഡന്റ് ആവുന്ന സംവിധാനം ആദ്യം മാറ്റണം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇവർ തമ്മിൽ അടി പുറത്തേക്കുള്ളൂ. ഇത് മാറിയാലേ അടി മാറുള്ളൂ. അപ്പോൾ ആ ലെവലിലേക്ക് കോൺഗ്രസിൻ്റെ ചർച്ച പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ. ഇന്നത്തെ ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഭയങ്കര ദൃഢമായിട്ടുള്ള സംസാരമാണ്. ആ ദൃഢമായ സംസാരം എങ്ങനെയാണ്? നിങ്ങൾ പണാധിപത്യം നിങ്ങൾക്ക് പാടില്ല. ഏത് പാർട്ടി സെക്രട്ടറി പറയുന്നതാണ്, പണാധിപത്യം നിങ്ങൾക്ക് പാടില്ല. നിങ്ങളെന്താ, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ മാറ്റണം. അത് ആരോടും കൂടി ആയിരിക്കും, അത് മനസ്സിലാക്കിയാൽ മതി. ആ ആളോട് കൂടെ പറയുകയാണ് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം മാറ്റണം. പണത്തിനോടൊരു ആധിപത്യം നിങ്ങൾക്ക് പാടില്ല. ഇതിൽ തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല.
എത്ര വ്യക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആയി കൊടുക്കുന്നത്. ആ വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുമ്പിൽ സാറേ ഇന്നത്തെ ക്യാമ്പിൽ പറഞ്ഞതും തമ്മിലൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ. ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് ഗോവിന്ദ മാഷിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആളാണ്. ഇന്നത്തെ ഗോവിന്ദ മാഷിൻ്റെ പ്രസംഗത്തിൽ കുറേ കയ്യടി കൂടുതൽ കിട്ടി. ഈ പറഞ്ഞ നിങ്ങൾ തെറ്റായ പ്രവണത ഈ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പം നല്ല കരഘോഷമാണ് അവിടുന്ന്. കാരണം എന്താ അറിയോ, അണികൾക്ക് ഇവിടെ തെറ്റായ പ്രവണത ഉണ്ടെന്ന് മനസ്സിലായി. അത് ആ പാർട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ CPM-ൻ്റെ പ്രശ്നം തീരും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 65% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിക്കുമെന്ന് അരുണ് പറഞ്ഞതല്ലേ. 75% കടന്നാലുണ്ടല്ലോ, 75% കടന്നിട്ട് 2021 75%. 65 ഈ പറഞ്ഞ സംവിധാനം ഉണ്ടാവും. നമുക്കിപ്പോൾ തന്നെ വിലയിരുത്താം. നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ ഇടതുപക്ഷം 75% മാറിക്കഴിഞ്ഞാൽ 100% ഉറപ്പായിരിക്കും. അതെന്താണ് ഈ പറഞ്ഞ 99 വേണ്ടപ്പോൾ 72 73 ഉണ്ടെങ്കിലും ഇടതുപക്ഷ അധികാരത്തിൽ വരും. നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ, അച്യുതാനന്ദൻ ഗവൺമെൻറ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുമ്പോൾ 2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു ന്യായീകരണവും ഇല്ല അന്ന്. ഈ പറഞ്ഞ ഒരു ന്യായീകരണം ഈ 2 ഉമ്മൻചാണ്ടി അവിടെ ഉണ്ട്. ഉമ്മൻചാണ്ടി അവിടെ ഉണ്ട്. അവരുടെ സ്റ്റാർ ക്യാമ്പയിനാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഈ പറഞ്ഞ എല്ലാ ഉമ്മൻചാണ്ടിക്കുള്ള പോസിറ്റീവ് വശങ്ങളും ഉള്ളപ്പോൾ തന്നെ ആകെ 2 സീറ്റേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, ഇടതുപക്ഷത്തിന് മേടിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വ്യത്യാസം വന്നത്? അത് ഇടതുപക്ഷത്തിൻ്റെ ഗ്രാസ് റൂട്ടിലുള്ള ഒരു പാർട്ടി സംവിധാനമുണ്ട്, ആ പാർട്ടി സംഘടനാ സംവിധാനമുണ്ട്. ആ പാർട്ടി സംഘടനാ സംവിധാനം 75% മേലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷനിൽ അത്രയും അവരുടെ ആ സ്ഥാപനങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം നേരെ തിരിയും. അതിനേക്കാളും വലിയൊരു വ്യത്യാസം എന്താണെന്നറിയോ, ഈ പറഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ ഏതെങ്കിലും കാരണവശാൽ BJP ഞാൻ ഇന്നലെ മീറ്റ് ദ ഡീറ്റെയിൽസിൽ പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞ ഇപ്രാവശ്യം ക്രോസ് വോട്ടിങ് നടക്കില്ലെന്നേ. ഇപ്പോൾ CPM-ൻ്റെ വോട്ട് കോൺഗ്രസിന് കൊടുത്തേക്കാം, കോൺഗ്രസ്സുകാർ ജയിച്ചോട്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയിലായിരിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കടത്തിൻ്റെ കൂട്ടത്തിലെ പോലെ ആളാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നതിലുണ്ടല്ലോ, ടിറ്റോ ത്രികോണ മത്സരമായിരിക്കും. ഒരു കാര്യം അതിൻ്റെ അകത്തും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ഏതെങ്കിലും കാരണവശാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP എന്ന് ഓർക്കണം. അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് എങ്ങാനും ഒരു എഡ്ജ് കൂടുതൽ കിട്ടി അവിടെ ജയിക്കുകയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ മാറി പറയും. കേരളത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ ഏറ്റവും വലിയ സാധ്യത ഈ ഒറ്റ സീറ്റ് മതി BJPക്ക്. നിയമസഭയിലേക്ക് ഒരു ബൈ ഇലക്ഷനിൽ BJP ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഉണ്ടായി. അവരുടെ എല്ലാ സംവിധാനങ്ങളും യൂസ് ചെയ്യുന്നത്, ആ സംവിധാനങ്ങൾ യൂസ് ചെയ്യാനുള്ള എല്ലാ പണികളും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ അറിയോ, പാലക്കാട് CPM ഒരു പ്രോഗ്രാം നടത്തിയിട്ടില്ല, കോൺഗ്രസ് ഒരു പ്രോഗ്രാം നടത്തിയിട്ടില്ല. പക്ഷേ BJP സുരേഷ് ഗോപിനെയും ഈ പറഞ്ഞ ജോർജ് കുര്യനെയും കൊണ്ട് നിർത്തിയിട്ട് യോഗം നടത്തിയത് പാലക്കാടാണ്. എല്ലാ ശോഭാ സുരേന്ദ്രനെ അടക്കം എല്ലാ നേതാക്കന്മാരും നിർത്തി പാലക്കാട് നിർത്തി. കാരണം അവരുടെ മനസ്സിലെ ഏക ലക്ഷ്യം എന്താണ്, ഒരു നിയമസഭയിലേക്ക് എനിക്ക് ഒരു സ്ഥാനാർത്ഥി കയറ്റി വിടുക, ബാക്കി ഞങ്ങൾ പിടിച്ചോളാം എന്നുള്ളതാണ്. മാസ്റ്റർ പ്ലാനാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ പുറകെ, ഈ പറഞ്ഞ SNDP-യുടെ പുറകെ ഈ പറഞ്ഞ സംവിധാനങ്ങൾ. ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടെന്നറിയോ, SNDP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിൻ്റെ ഭാര്യ ഈ പറഞ്ഞ BJPക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഹിന്ദുത്വ അജണ്ടയ്ക്ക് പുറകെ പോയി. ഇന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം അതിന് അവർ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഇവർക്ക് ഇടതുപക്ഷത്തിന് എവിടെയാണ് ദോഷം പറ്റുക. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ ചോർച്ച വന്നാൽ അത് ഇടതുപക്ഷത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ള ബോധ്യം ആർക്കുണ്ട്? ഇടതുപക്ഷത്തുണ്ട്. അതുകൊണ്ട് അവരിത് കുറേ ദിവസങ്ങളായി പറയുക. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? നല്ല രീതിയിൽ ബന്ധമുള്ള വെള്ളാപ്പള്ളി നടേശനും ഈ പറഞ്ഞ പിണറായി വിജയനും നല്ല ബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഗോവിന്ദ മാഷ് ആ ബന്ധങ്ങളൊന്നും നോക്കുന്നില്ല. ഗോവിന്ദ മാഷ് വെട്ടി തുറന്ന് എല്ലാ യോഗങ്ങളും പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങി, ഭാര്യ BJPക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നവോത്ഥാന സമിതിയുടെ ചെയർമാൻ അല്ല, അത് ഞാൻ പറഞ്ഞത് ആ ബന്ധം പാർട്ടി നോക്കുന്നില്ല. അരുൺ സാറേ, പാർട്ടി നോക്കുന്നില്ല. പാർട്ടി എപ്പോഴും എന്താ നോക്കുന്നത്? പാർട്ടി അവരുടെ കേഡർ സംവിധാനത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാവാൻ കാരണക്കാരൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയുകയാണ്. ആ സംവിധാനത്തിലേക്ക് ഈ സംവിധാനത്തെ മാറ്റി. അപ്പം ഞാൻ പറയുന്നത് ഈ ചർച്ച BJPക്ക് എതിരെയുള്ള ഒരു ചർച്ചയാണ്. BJPൻ്റെ വളർച്ചയെ കോൺഗ്രസ് ഈ ക്യാമ്പിൽ കാണാതെ പോയി എന്നുള്ളത് വലിയ വീഴ്ചയാണ്. പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേഡർ സമുദായത്തിലേക്ക് ഈ പാർട്ടീനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റത്തിനേക്കായിരിക്കും. കേഡറുമായി മാറണമെങ്കിൽ നേതാക്കൾ മാത്രം പോരാ, ഒരു പ്രയോഗം വേണം, ഒരു സിദ്ധാന്തം വേണം. ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രയോഗവും സിദ്ധാന്തവും എന്താണെന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട് താനും. Meet the editors.